നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ലൂസിഫർ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് കുറച്ചു നേരം നിങ്ങളോട് സംസാരിക്കാമെന്ന് കരുതിയാണ്. അതിന്റെ റിവ്യൂ നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്തതാണ്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അത് കാണുക. ഇത് റിവ്യൂ എന്നുള്ള രീതിയിലല്ല പറയാൻ പോകുന്നത്, വേറെ കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ ആ ഒരു വീഡിയോയിൽ തന്നെ, റിവ്യൂവിന്റെ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു ഈ സിനിമയുടെ മറ്റുള്ള ആളുകൾ എങ്ങനെ റിവ്യൂ കൊടുക്കുന്നു എന്നൊക്കെ നോക്കിയിട്ടും അതുപോലെ തന്നെ എന്റേതായിട്ടുള്ള മറ്റ് സ്റ്റേറ്റുകളിൽ എങ്ങനെ പ്രകടനം കാഴ്ചവെക്കും എന്നുള്ളതിനെ കുറിച്ചുമുള്ള ഒരു അഭിപ്രായം ഞാൻ പറയുമെന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായമാണ്. റിവ്യൂ ഞാൻ കണ്ടപ്പോൾ എല്ലായിടത്തു നിന്നും സമ്മിശ്രമായിട്ടുള്ള പ്രതികരണമാണ് വരുന്നത്. ഏകദേശം നമ്മളൊക്കെ പറഞ്ഞ രീതിയിൽ തന്നെയുള്ള ഒരു റിവ്യൂ ആണ് പൊതുവേ വരുന്നത്. എന്നാൽ തിയേറ്റർ എക്സ്പീരിയൻസ് നോക്കുമ്പോൾ എല്ലാവരും ഗംഭീരമായിട്ടാണ് പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ തന്ന പടമാണ്. മാത്രമല്ല ഫാൻസുകാരെ സംബന്ധിച്ച് പൂർണ്ണമായിട്ടും അവരെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു സിനിമ, ഒരു ഐറ്റം ഇതിനകത്തുണ്ട്. നല്ല സിനിമാ പ്രേമികളെ സംബന്ധിച്ചും തിയേറ്ററിൽ കാശ് കൊടുത്ത് കയറി കാണുമ്പോൾ അവരൊരു ഹോളിവുഡ് ലെവലിലുള്ള അല്ലെങ്കിൽ ആ റേഞ്ചിലുള്ള ഒരു സിനിമ കാണുന്ന ഒരു ഫീല് തന്നെ നമുക്ക് തരുന്നുണ്ട്. ആക്ച്വലി ഒരു ഹോളിവുഡ് സിനിമയാണോ കണ്ടത് എന്നുള്ളൊരു തോന്നലും നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ അതിനപ്പുറമായിട്ട് ഒരു സാധാരണ ഒരു പ്രേക്ഷകൻ ഈ സിനിമ കാണുമ്പോൾ ഇത് അവരെ എത്രത്തോളം തൃപ്തനാക്കും എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. കാരണം ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ റിവ്യൂവിൽ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്, ഈ ഒരു സിനിമ ഒരു മോഹൻലാൽ സിനിമ കാണാൻ ആഗ്രഹിച്ച് 3 മണിക്കൂറോളം ദൈർഘ്യമുള്ള ഒരു മോഹൻലാലിന്റെ ഷോ കാണാനായിട്ട് ആഗ്രഹിച്ച് തിയേറ്ററിൽ കയറുന്നവർക്ക് വളരെ നിരാശയായിരിക്കും വരിക. ലൂസിഫർ എന്ന് പറയുന്ന സിനിമയില് 41 മിനിറ്റാണ്, 2.25 മണിക്കൂറുള്ള സിനിമയില് 41 മിനിറ്റ് മാത്രമാണ് മോഹൻലാൽ വന്നത് എന്നുള്ളൊരു കാര്യം പൃഥ്വിരാജ് പറയുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അദ്ദേഹം അത് വലിയ ഒരു പേടിയോടുകൂടി തന്നെയാണ് ഇരുന്നത്. എന്നാൽ തിയേറ്ററിൽ അത് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പറയുകയുണ്ടായി. ഇത് 3 മണിക്കൂർ, അതിനേക്കാൾ കൂടുതൽ ദൈർഘ്യമുള്ള സിനിമയാണ് ഇത്. ഇതിനകത്ത് അത്ര പോലും മോഹൻലാൽ വന്നത് എന്നുള്ള കാര്യം സംശയമാണ്. ക്ലൈമാക്സിലെ ഫൈറ്റിന്റെ ഒക്കെ ഇതൊക്കെ കൂട്ടുമ്പോൾ ഒരു പക്ഷെ വന്നിട്ടുണ്ടാകാമെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നിരുന്നാൽ പോലും എനിക്ക് സംശയമാണ് അരമണിക്കൂറിൽ കൂടുതൽ മോഹൻലാലിന്റെ സീനുകൾ ഉണ്ടോ എന്നുള്ളത്. തുടക്കം മുതൽ അവസാനം വരെ മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു പേര്, അല്ലെങ്കിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്നുള്ളൊരു പേര്, അല്ലെങ്കിൽ ഇബ്രാഹിം ഖുറേഷി എന്നുള്ളൊരു പേര് ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്നുണ്ട് എന്നല്ലാതെ മോഹൻലാലിന്റെ പ്രസൻസ് സിനിമയിൽ, അല്ലെങ്കിൽ മോഹൻലാൽ സ്ക്രീനിൽ വരുന്നത് വളരെ ചുരുക്കം മാത്രമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത് ഒട്ടുമിക്ക ആളുകളെയും നിരാശപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു കാര്യം മലയാളത്തിൽ അംഗീകരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ലൂസിഫർ എന്ന് പറയുന്ന സിനിമ നമുക്ക് മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിൽ ആളുകൾ അംഗീകരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല തിയേറ്ററിൽ ഞാൻ കണ്ട ഷോയിലുണ്ടായിരുന്ന ഫാൻസുകാരെല്ലാം തന്നെ വളരെയധികം സംതൃപ്തരാണ്. അവരൊരു സംശയം പോലും പ്രകടിപ്പിക്കുന്നില്ല ഈ സിനിമ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച്. കാരണം അത്രയധികം ഒരു വലിയ കോൺഫിഡൻസിലാണ് പടം കണ്ടു കഴിഞ്ഞതിന് ശേഷവും. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഫാൻസുകാരെ ഈ പടം തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റ് സ്റ്റേറ്റുകളിൽ ഈ പടം എങ്ങനെ അംഗീകരിക്കും എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ, ഇപ്പോൾ ഒരു പ്രധാനമായിട്ടും തമിഴിൽ ഈ സിനിമ നല്ല രീതിയിൽ തന്നെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. തമിഴ് സിനിമ പ്രേമികൾ ഈ സിനിമ കാണാൻ വരുന്നത് തീർച്ചയായിട്ടും ഒരു മോഹൻലാൽ സിനിമ കാണുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയായിരിക്കും. മോഹൻലാലിന്റെ സിനിമ, മോഹൻലാലിന്റെ ആക്ഷൻ, ഇപ്പൊ അവരുടെയൊക്കെ സംബന്ധിച്ച് ഇവിടുന്ന് നമ്മുടെ മണിച്ചിത്ര താഴ് കോപ്പി അടിച്ച് അങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ പോലും അവിടെ തുടക്കം തന്നെ രജനീകാന്തിന്റെ ഇൻട്രൊഡക്ഷൻ കൊടുത്തു വിട്ടായിരുന്നു. കാരണം മണിച്ചിത്ര താഴിൽ 1 മണിക്കൂറിന് ശേഷമാണ്, ഇന്റർവെല്ലിന് തൊട്ട് മുമ്പാണ് മോഹൻലാൽ വരുന്നത്. പക്ഷെ ചന്ദ്രമുഖിയിൽ വന്നു കഴിഞ്ഞപ്പോൾ തുടക്കം മുതൽ തന്നെ രജനീകാന്തിന് ഇൻട്രൊഡക്ഷനും കൊടുത്ത് അദ്ദേഹത്തിന് ഫുൾ ടൈം സ്ക്രീനിൽ നിറച്ചു നിർത്തിയിരുന്നു. ആ ഒരു സംഭവം, അല്ലെങ്കിൽ ഒരു 1 മാൻ ഷോ എന്ന് പറയുന്ന സാധനമാണ് തമിഴ്, തെലുങ്ക് സ്റ്റേറ്റുകളിലൊക്കെ വലിയ കാര്യമായിട്ട് കൊണ്ടാടുന്നത്. അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ, കേരളം ഒഴിച്ച് ബാക്കിയുള്ള സ്റ്റേറ്റുകളിലെല്ലാം ആഘോഷിക്കപ്പെടുന്നത്. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ലൂസിഫർ അവരെ, അല്ലെങ്കിൽ എമ്പുരാൻ അവരെ തൃപ്തിപ്പെടുത്തുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ വലിയ കാര്യമായിട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല അവർ ഈ സിനിമയെ സ്വീകരിക്കുമെന്നുള്ളത്. ഇത് പടത്തിന്റെ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് വീട്ടിലെത്തി റിവ്യൂ ചെയ്തതിന് ശേഷം ഏകദേശം ഒരു മണിക്കൂർ മാത്രം ഗ്യാപ്പ് എടുത്തതിന് ശേഷം ചെയ്യുന്ന വീഡിയോ ആണ്. അത് ആദ്യ ദിവസം ചെയ്യുന്ന വീഡിയോ ആണ്. നമുക്കറിയില്ല ഇനി എന്താ വരാൻ പോകുന്നത്. ചിലപ്പോൾ ഇനി കേരളത്തെക്കാൾ വലിയ ഹിറ്റായിട്ട് മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ മാറിയേക്കാം. പക്ഷെ നിലവിൽ എന്റെ കാഴ്ചപ്പാടിൽ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ, കേരളം ഒഴിച്ച് ബാക്കിയുള്ള സ്റ്റേറ്റുകളിലൊക്കെ വലിയ കാര്യമായിട്ടുള്ള ഒരു സംഭാവന ഈ സിനിമയ്ക്ക് പിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞത് സൗത്ത് ഇന്ത്യൻ സിനിമ, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളാണ്. എന്നാൽ ഹിന്ദിയിലേക്ക് വരുമ്പോൾ കാര്യം മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം ഹിന്ദിയിൽ ഇപ്പോൾ മോഹൻലാലിന്റെ ഒരു ഷോ കാണാൻ വേണ്ടി അവർ ഇറങ്ങത്തില്ല. കാരണം അവർ മോഹൻലാലിനെ അറിയാമെന്നല്ലാതെ, മോഹൻലാലിന്റെ സിനിമകളൊക്കെ യൂട്യൂബിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാവും എന്നല്ലാതെ ഈ ഒരു സിനിമ മോഹൻലാൽ ഷോ എന്നുള്ള രീതിയിൽ അവർ കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല അവർ വരുന്നത് ഒട്ടും തന്നെ പ്രതീക്ഷയില്ലാതെയായിരിക്കും ഹിന്ദിക്കാർ ഈ സിനിമ കാണാൻ വരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ കാശ് കൊടുത്ത് കയറി കാണാൻ പോകുന്നത് ഒരു ഇന്ത്യൻ സിനിമ തന്നെയാണോ എന്നുള്ളൊരു സംശയം അവർക്ക് ഉണ്ടാക്കാൻ പോകുന്ന രീതിയിലുള്ള ഗംഭീരമായിട്ടുള്ള മേക്കിംഗ്, അതേപോലെ തന്നെയുള്ള സിറ്റുവേഷൻ
സിറ്റുവേഷൻസ്, നമുക്ക് ഓൾ ഇന്ത്യ ലെവലിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള രാഷ്ട്രീയം, ഇതെല്ലാം തന്നെ അതിനകത്ത് സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ ഹിന്ദിയിൽ ഈ സിനിമ കത്തിയേക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അതിനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട്. മാത്രവുമല്ല, സിനിമയുടെ ഒരു 50% സംസാരിക്കുന്നതും ഹിന്ദി ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഹിന്ദി രാഷ്ട്രീയമാണ്. മാത്രമല്ല, അവർക്ക് താല്പര്യമുള്ള, അവർ കണ്ടുപരിചയമുള്ള നടന്മാരും അതിനകത്ത് വരുന്നുണ്ട്. അവരെല്ലാം ഹിന്ദിയിൽ തന്നെ സംസാരിക്കുന്നു എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ്. ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിനോ മറ്റോ പൃഥ്വിരാജ് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹിന്ദിയിൽ തന്നെയാണ് അവർ പറയുന്നത്, ഒരു മാറ്റവും കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ അവർ മുറിമലയാളം പറയുന്ന ഹിന്ദിക്കാരെയൊക്കെ ആയിരിക്കും നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത്. ഇതങ്ങനെയല്ല. അപ്പോൾ പൂർണ്ണമായിട്ട് അവരെ സംബന്ധിച്ച് ഒരു ഹിന്ദി സിനിമ കാണുന്ന രീതിയിൽ തന്നെ അവർക്ക് ഈ സിനിമ കണ്ടുകൊണ്ട് ആസ്വദിക്കാൻ സാധിക്കും. മാത്രമല്ല, ഈ കൊടുക്കുന്ന കാശിനുള്ള മുതൽ തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസും കിട്ടുന്നത് കൊണ്ട് അവിടെ നിന്ന് ഹെവി പോസിറ്റീവ് ആയിട്ടുള്ള അഭിപ്രായം വരാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ മാർക്കോ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം കേരളത്തിൽ നിന്ന് ഒരു സിനിമ അവിടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് എമ്പുരാനായിരിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കളക്ഷന്റെ കാര്യത്തിലേക്ക് കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം. എന്തിനേലും ഈ ഒരു കാര്യം എനിക്ക് വലിയ രീതിയിൽ തന്നെ തോന്നിയതാണ്. അതായത് മലയാളത്തിൽ ഫാൻസുകാർ നല്ല കാര്യമായിട്ട് തന്നെ കൊണ്ടാടുന്നുണ്ട്, അവർ ആഘോഷിക്കുന്നുണ്ട്. നമ്മൾ പോയ തിയേറ്ററിലൊക്കെ ഫാൻസ് ഷോക്കല്ല ഞാൻ പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാൻസുകാരല്ല എന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ടും ഫാൻസുകാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെവി ഫാൻസ് ഷോയ്ക്ക് വന്ന ആൾക്കാരല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അതേ രീതിയിലുള്ള പ്രകടനം അവർ ഈ ഷോയ്ക്കും എല്ലാ ഷോയ്ക്കും തന്നെ നടത്തുന്നുണ്ടായിരുന്നു. ഷോസ് എല്ലാം തന്നെ ഹൗസ്ഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഞാൻ പടം കാണാൻ പോകുന്നതിന് മുമ്പേ മലയാളത്തിൽ റിവ്യൂസ് എല്ലാം തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാം തന്നെ കേരളത്തിൽ പോസിറ്റീവായിട്ടാണ് പടം പോകുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് പലയിടത്തും നെഗറ്റീവ് കാണാൻ സാധിക്കും. അത് ആരാണ് പറയുന്നത് എന്ന് ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. നമുക്ക് അതിനെക്കുറിച്ച് ഒരു വീഡിയോ കൂടി ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ഥിരമായിട്ട് ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട്, ഈ ആരാണ് ഈ ഡീഗ്രേഡ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ ആ ഒരു ഡീഗ്രേഡിങ് ഇവിടെ കാര്യമായിട്ട് നടക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അവർ പറയാൻ പോകുന്ന കുറ്റങ്ങൾ ഇതായിരിക്കും. മോഹൻലാലിനെ സ്ക്രീനിൽ കാണാനില്ല എന്നുള്ളതായിരിക്കും അവർ പറയുന്നത്. അതുപോലെ തന്നെ ഭയങ്കര ലാഗാണെന്നുള്ളൊരു വാക്ക് പറയാൻ സാധ്യതയുണ്ട്. ലാഗ് എന്നുള്ള വാക്ക് എല്ലാ സിനിമകളിലും എല്ലാവരും ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പടം കണ്ട ആളുകളോട് നിങ്ങൾ ചോദിക്കുക, അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് മറുപടി തരും. തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ എങ്ങനെയാണോ നമ്മൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തത്, അതിന്റെ ഒരു ഡബിൾ മടങ്ങ് എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള ഒരു ഷോയാണ് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എറിഞ്ഞ കാശ് കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പൃഥ്വിരാജ് പറഞ്ഞ മാതിരി 100 കോടി സിനിമ പ്ലാൻ ചെയ്ത് 80 കോടി പ്രതിഫലം കൊടുത്ത് 20 കോടിക്ക് പടം തീർക്കുന്ന ഒരു പരിപാടിയല്ല ഇവിടെ കാണിച്ചിരിക്കുന്നത്. 200 കോടിയോളം മുടക്കിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ 200 കോടിയും നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. എല്ലാ മേഖലയിലും ഹെവി ഐറ്റം, ഒന്നും തന്നെ പറയാനില്ല. ഈ പറഞ്ഞ മാതിരി സൗത്ത് ഇന്ത്യൻ ആരാധകരിൽ കേരളം ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ സിനിമ വലിയ കാര്യമായിട്ടുള്ള റിവ്യൂ കിട്ടാൻ സാധ്യതയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹിന്ദിയിൽ നിന്ന് നല്ല രീതിയിലുള്ള റെസ്പോൺസ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നും ഞാൻ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടവരുടെ അഭിപ്രായങ്ങൾ താഴെ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.